അങ്ങനെ നെയ്യാറിലെ അമ്പൂരിയിലെ സുന്ദരമായ കാഴ്ചകൾക്ക് ശേഷം നെട്ട വഴി അങ്ങ് തമിഴ്നാട്ടിലേക്ക് പോകാമെന്ന് ഞങ്ങൾ കരുതി. ദേ ഇതാണ് കേട്ടോ നെട്ട ചെക്ക് പോസ്റ്റ്. ഇതങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നു. തിരുവനന്തപുരത്തിന്റെ തെക്ക് കിഴക്കേ അറ്റവും കന്യാകുമാരി ഡിസ്ട്രിക്റ്റിന്റെ വടക്ക് കിഴക്കേ അറ്റവും ചേരുന്ന ഭാഗത്താണ് ഈ നെട്ട ചെക്ക് പോസ്റ്റ് വരുന്നത്. കേരളം കഴിഞ്ഞ് തമിഴ്നാടായെങ്കിലും പ്രകൃതി ഭംഗിക്ക് യാതൊരു മാറ്റവുമില്ല കേട്ടോ. ശരിക്കും കേരളം പോലെ തന്നെ. അങ്ങനെ ദേ ഇവിടം തൊട്ടങ്ങോട്ട് നെട്ട ഡാമിന്റെ പലവിധ വ്യൂസ് നമുക്ക് കാണാൻ പറ്റും. അതിനേക്കാളൊക്കെ ഞങ്ങളെ ആകർഷിച്ചത് ഈ ഡാമിന്റെ വ്യൂ പോയിന്റ് ഓരോ സൈഡിലുമായിട്ട് ധാരാളം ഹോട്ടലുകളുണ്ട്. ഈ ഹോട്ടലുകളിൽ ലൈവായിട്ട് ഡാമിൽ നിന്ന് പിടിക്കുന്ന മീനുകൾ, വളർത്തു മീനുകളുണ്ട്. അവയെ നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്ത് തരും. ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പല റീൽസിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതും ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്ന് നമുക്കുണ്ടായിരുന്നു. അതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശവും. ഈ നെട്ട ഡാം കണ്ടിട്ട് എനിക്ക് തോന്നിയത് ശരിക്കും നമ്മുടെ നെയ്യാർ ഡാമിന്റെ റിസർവോയർ പോലെ തന്നെയാണ്. എന്ന് വെച്ചാൽ അമ്പൂരിയിലെ മിക്കവാറും ഉള്ള നദികളിലെ അതേ ലുക്കിൽ തന്നെയാണ് ഈ നെട്ടയിൽ കടന്നു പോകുന്നത്. ഈ ഡാമിന്റെ വ്യൂ പോയിന്റിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തിലായാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം വരുന്നതെന്ന് അറിഞ്ഞു. എങ്കിൽ പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ അങ്ങോട്ട് വിട്ടു. ദേ ഇതാണ് കേട്ടോ തൃപ്പരപ്പ് വാട്ടർഫാളിലോട്ടുള്ള പ്രധാന ഗോപുരം. അങ്ങനെ ഈ മെയിൻ എൻട്രൻസ് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ തന്നെ അവര് പഞ്ചായത്തിന്റെ വകയായിട്ടുള്ള ഒരു ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും. അത് പാർക്കിങ്ങിനോട് ചേർത്താണ് കേട്ടോ. 50 രൂപയാണ് അവര് വാങ്ങുന്നത്. പാർക്ക് ചെയ്ത് ആദ്യം നമ്മൾ കാണുന്നത് ഈ മനോഹരമായ ഒരു ക്ഷേത്ര ഗോപുരമാണ്. ഇതും ഭയങ്കര വിശേഷങ്ങളുള്ളതാണ്. അപ്പം അത് നമുക്ക് തൃപ്പരപ്പ് കണ്ടു വന്നിട്ട് അതിന്റെ വിശേഷങ്ങൾ ഞാൻ പറയാം. ഒരു ഉത്സവത്തിനുള്ള ആളുണ്ടായിരുന്നു കേട്ടോ തൃപ്പരപ്പിന്റെ ഫ്രണ്ട് വശത്ത്. ഇവിടുന്ന് 10 രൂപ ടിക്കറ്റ് എടുത്ത് വേണം കേട്ടോ നമ്മൾ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. എല്ലാവരും കുളിക്കാനുള്ള ടവലും ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സും ഒക്കെ ബാഗിലാക്കിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് തന്നെ. ഇനി അഥവാ അത് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും അവിടെയുള്ള കടകളിലെല്ലാം അത് ധാരാളമായി ലഭിക്കും കേട്ടോ വാങ്ങാൻ വേണ്ടി. അങ്ങനെ ഈ തൃപ്പരപ്പ് കണ്ടപ്പോൾ ആദ്യം എനിക്ക് തോന്നിയതേ നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ഒരു ചെറിയ പതിപ്പായിട്ടാണ്. ശരിക്കും അതുപോലെ തന്നെ. ഇതിനെ അറിയപ്പെടുന്നതും തെക്കരുടെ ആതിരപ്പള്ളി എന്ന് തന്നെയാണ്. പാൽ പോലെ നുരയിട്ട് തട്ടുതട്ടായി താഴേക്ക് വീഴുന്ന വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച ദൂരെ നിന്ന് തന്നെ മനോഹരമാണ് കേട്ടോ. താമ്രഭരണി നദിയിലാണ് ഈ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം ഉള്ളത്. ഏകദേശം 50 അടി ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളം താഴേക്ക് പതിക്കുന്നത്. ഈ പാറക്കെട്ടുകളുടെ നീളമാണെങ്കിലോ ഏകദേശം 300 അടിയോളം വരും കേട്ടോ. വർഷത്തിൽ 7 മാസം വരെ ഇത്ര ശക്തമായ വെള്ളച്ചാട്ടം നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ കന്യാകുമാരി ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണിത്. വെള്ളച്ചാട്ടത്തിൽ കുളിച്ചിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും വാഷ്റൂം യൂസ് ചെയ്യാനും ഒക്കെയുള്ള എല്ലാ ഫെസിലിറ്റിയും ഗവൺമെന്റ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ പെയ്ഡ് ആണ് കേട്ടോ, ചെറിയ എമൗണ്ടേ ഉള്ളൂ. ഈ വാട്ടർഫാളിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടി ഇതിന്റെ ഫ്രണ്ടിലായി ഒരു കൽമണ്ഡപവും പണിഞ്ഞിട്ടിട്ടുണ്ട്. ശരിക്കും ട്രഡീഷണൽ രീതി ഫീൽ ചെയ്യുന്ന നല്ലൊരു കൽമണ്ഡപം. വെള്ളം കുറവാണെങ്കിൽ അതിന്റെ സൈഡിൽ കൂടെ വെള്ളമുള്ളൂ. നല്ല ശക്തമായ വെള്ളച്ചാട്ടമാണെങ്കിൽ ദേ ആ നീന്തൽക്കുളവും ഈ കൽമണ്ഡപവും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ ചുറ്റുമുള്ള പ്രദേശമൊക്കെ നല്ല പച്ചപ്പ് നിറഞ്ഞതാണ്. അതും ഈ വെള്ളച്ചാട്ടത്തെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിന്റെ വടക്കേ എൻഡ് ഭാഗത്തായി വളരെ വലുതും പുരാതനവുമായ ഒരു കോട്ട നമുക്ക് കാണാം കേട്ടോ. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഈ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശന സമയം. ഈ വെള്ളച്ചാട്ടത്തിന്റെ പുറകുവശത്തായി അവര് ബോട്ടിങ്ങും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 50 രൂപ പെർ ഹെഡ് റേറ്റിലാണ് ആ ബോട്ടിംഗ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ആ ബോട്ടിങ്ങിന് വേണ്ടിയാണ് ഞങ്ങൾ ഇതിന്റെ ബാക്ക് വശത്ത് എത്തിപ്പെട്ടത്. പക്ഷേ അത് കണ്ടപ്പോൾ ഉണ്ടല്ലോ ശരിക്കും തൃപ്പരപ്പിൽ കയറേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി. അത്ര മനോഹരമായ നല്ല ഭംഗിയുള്ള ഒരു ചെക്ക് ഡാം നമുക്കവിടെ കാണാൻ പറ്റി. സമീപത്തുള്ള നെൽവയലുകളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ഒരു അണക്കെട്ടാണ് ഇത് കേട്ടോ.
അതിന് കുറുകെയായി അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ വേണ്ടി ഒരു നടപ്പാതയും നമുക്ക് കാണാം. അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ നദി ഒരു 50 അടി താഴ്ചയിലേക്ക് പതിക്കുകയാണെന്ന് നമുക്ക് തോന്നുകയില്ല. വളരെ നിരപ്പായി ഒഴുകുന്ന ശാന്തമായ ഒരു നദിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കൂടാതെ തന്നെ ആ തൊട്ടപ്പുറത്തുള്ള ശിവക്ഷേത്രത്തിന്റെ ഒരു മണ്ഡപവും നമുക്ക് അവിടെ കാണാം. എങ്കിൽ പിന്നെ ഇത്ര എത്തിയല്ലേ, എന്തായാലും ആ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുടെ നിങ്ങളെ കാണിച്ചേക്കാം. മഹാദേവർ കോവിൽ എന്നറിയപ്പെടുന്ന പുരാതനമായ കോട്ടയുള്ള ഒരു ശിവക്ഷേത്രമാണിത്. 12 ശിവാലയങ്ങളിൽ മൂന്നാമത്തേത്. ശിവരാത്രി സമയത്ത് ശിവാലയ ഓട്ടത്തിന് ഏറ്റവും പേരുകേട്ട ക്ഷേത്രം. സതീദേവിയുടെ മരണശേഷം ദക്ഷ പ്രജാപതിയെ കൊല്ലാൻ ശിവന്റെ ഉഗ്രമായ അവതാരമായ വീരഭദ്രനായി മഹാദേവൻ ഇവിടെ വസിക്കുന്നുണ്ടെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. നദിയിലേക്ക് ദർശനം കൊടുക്കത്തക്ക രീതിയിലാണ് ഇവിടെ പ്രതിഷ്ഠയുമുള്ളത്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വേണം നമുക്ക് ഈ ക്ഷേത്രത്തിനകത്തേക്ക് എത്തിപ്പെടാൻ. ഈ ക്ഷേത്രത്തിന്റെ മതിൽ കണ്ടപ്പോൾ ശരിക്കും നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കോട്ട പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. എല്ലാം തിരുവിതാംകൂറിന്റെ ഭാഗം തന്നെ ആയിരുന്നല്ലോ. ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ തന്നെ കരിങ്കല്ലിൽ കൊത്തിയ ധാരാളം കൊത്തുപണികൾ നമുക്കവിടെ കാണാൻ പറ്റും. 9-ാം നൂറ്റാണ്ടിലെ പാണ്ഡ്യ രാജാവിന്റെ ലിഖിതങ്ങളിൽ ഉൾപ്പെടെ നിരവധി പഴയ ലിഖിതങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ AD 9-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഇതിന്റെ ചരിത്രവും. ഈ ക്ഷേത്രത്തിനകത്ത് കയറിയപ്പോൾ നമ്മുടെ തിരുവിതാംകൂറിലെ പല ക്ഷേത്രങ്ങളിലെയും അതേ മാതൃകയായിട്ടാണ് എനിക്ക് തോന്നിയത്. കൊത്തുപണികളും ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെ. ഈ കൽമണ്ഡപം കടന്ന് മുന്നോട്ട് പോയാൽ നമ്മൾ ക്ഷേത്രത്തിന്റെ മുൻവശത്തെത്തും. ആ മുൻവശത്തുള്ള വാതില് വഴി വെളിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് കേട്ടോ. അതിമനോഹരമായ ഒരു കാഴ്ച. ഒരു സൈഡിൽ നദിക്ക് നടുവിലായി കെട്ടിയിരിക്കുന്ന കൽമണ്ഡപവും ഇടതുവശത്തായി നമ്മുടെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടവും. ശിവഭക്തനായ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ വിശാഖം തിരുനാളും സ്ഥിരമായി ശിവാരാധനയ്ക്കായി ഈ ക്ഷേത്രം സന്ദർശിക്കാറുണ്ടായി എന്നും പറയപ്പെടുന്നുണ്ട്. കേരളീയ വാസ്തുവിദ്യാ രീതിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാന ശ്രീകോവിൽ വൃത്താകൃതിയിലാണ്. ചുറ്റുമുള്ള മതിൽ കല്ലുകൊണ്ടും മേൽക്കൂര ചെമ്പുകൊണ്ടും നിർമ്മിച്ചിരിക്കുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൗതുകമായി തോന്നിയത് അതിന്റെ ഫ്രണ്ടിൽ തന്നെ തമിഴിലും മലയാളത്തിലും ഓം നമഃശിവായ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. രാവിലെ തൊട്ട് യാത്രയും കറക്കവുമായതിനാൽ നല്ല മുഷിഞ്ഞിരുന്നതിനാലും ശരിക്കും ക്ഷേത്രത്തിനകത്തോട്ട് കയറിയിട്ടില്ല കേട്ടോ. വെളിയിൽ നിന്നും പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങള് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ പ്ലാൻ ചെയ്തൊരു കാര്യം തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ നടപ്പിലാക്കി കേട്ടോ. നെട്ട ഡാമിന്റെ സമീപത്ത് നിന്നും ഡാമിലെ ഫിഷിനെ ലൈവായി ഫ്രൈ ചെയ്ത് വാങ്ങിക്കഴിച്ചു. കപ്പയും ഒക്കെ ആയിട്ട് നല്ലൊരു ഡിന്നറും കിട്ടി. അപ്പം ഇതോടുകൂടി അമ്പൂരി യാത്രാവിശേഷങ്ങൾ തീരുക കേട്ടോ. വീണ്ടും നല്ല കാഴ്ചകളുമായി നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ബൈ.